ഈ ഒരു പോലീസുകാരൻ അവിടെ സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ത്രീക്ക് അവിടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ട്രാക്കിൽ വീണിട്ട് ട്രെയിൻ കയറി പോകേണ്ടതാണ്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ സ്റ്റോപ്പായതിന് ശേഷം മാത്രം ഇറങ്ങുക. അല്ലാതെ ഒരിക്കലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാൻ ഒരിക്കലും പാടില്ലാതെ. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ 100% നിങ്ങൾ കാല് തെന്നി അതിൻ്റെ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് വീണ് മരണം സംഭവിക്കും. എന്തോ ഭാഗ്യത്തിന് ആ ഒരു പോലീസ് ഓഫീസർ അത് കണ്ടതുകൊണ്ട് മാത്രം അവിടെ ഓടിച്ചെന്ന് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇറങ്ങുക. അതേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് ഓടി കയറാതിരിക്കുക. നമുക്ക് ചിലപ്പം ആ ഒരു സമയത്ത് എത്താൻ പറ്റിയില്ല എന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദിവസം തന്നെ മിസ്സായി എന്ന് വരും. എന്നാലും നമ്മളെ ജീവൻ പോകുന്നതിൽ നിന്ന് നമുക്ക് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. നമുക്ക് ആ ഒരു ട്രെയിൻ കഴിഞ്ഞാലും 1-2 മണിക്കൂർ മാക്സിമം നേരം വൈകിയാലും അടുത്ത ട്രെയിൻ വരും. പക്ഷേ നമുക്ക് ആ ഒരു സമയത്തെ പെട്ടെന്ന് കയറാം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിലെത്തണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഓടുന്ന സമയത്ത് കാല് തെന്നിപ്പോവുക. അതേപോലെ ട്രെയിൻ അവിടെ എത്രത്തോളം സ്പീഡിലാണ് പോകുന്നത് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ നമ്മൾ താഴെ വീണ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. ട്രെയിൻ കയറാൻ പോകുന്ന ആളുകളാണെങ്കിൽ ആ ട്രെയിനിൻ്റെ സമയത്തിൻ്റെ ഒരു 10-20 മിനിറ്റും നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആ ട്രെയിൻ നിർത്തുന്ന സ്ഥലത്ത് നിങ്ങളെ ബോഗി ഏതാണോ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ വേണ്ടി പറ്റും. അത് വന്നതിന് ശേഷം സാവധാനം അതിൽ കയറുക. അല്ലാതെ നമ്മൾ കറക്റ്റ് ട്രെയിനിൻ്റെ ടൈം കറക്റ്റാക്കി ഓടിച്ചെന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്ന ടൈമിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് അപകടങ്ങൾ വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രെയിനിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ. ഇത് അത്രത്തോളം ലക്കിയായിട്ട് കിട്ടിയൊരു ചാൻസാണ്. ഇതേപോലെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരുപാട് ആളുകൾ ട്രെയിൻ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക.